ഹേ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ആയി ഞാനൊരു വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഉച്ചയൊക്കെ ആയപ്പം ഞാനും വല്യമ്മയും കൂടെ നേരെ ഹൈലൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, വല്യമ്മയ്ക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ ടോണിയങ്കയിൽ കയറിയിട്ട് അവിടുന്ന് ത്രെഡൊക്കെ ചെയ്തു. അതിനുശേഷം നെസ്റ്റോയിൽ കയറി നമ്മൾ കുറച്ച് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു എന്താ പറയുക മക്രോണി സാലഡും അതേപോലെ ഒരു ചിക്കൻ മഹജൂസോ മധുമൂസോ എന്തോന്ന് പറഞ്ഞൊരു സാധനം കൂടെ മേടിച്ചു. കിട്ടി കിട്ടി, ചിക്കൻ മജ്ബൂസ് അതാന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ പേര്. ആ പോട്ടെ. അപ്പോൾ വല്യമ്മയ്ക്ക് മക്രോണി എന്താ പറയുക വേണം എന്നൊക്കെ, പാസ്ത വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പോൾ നമ്മളവിടെ സാലഡ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷേ വല്യമ്മയ്ക്ക് ഇഷ്ടമായി. എൻ്റെ കൂടി വല്യമ്മ കഴിച്ചു. എന്നിട്ട് നമ്മൾ ആ ഒരു ചിക്കൻ്റെ റൈസ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു കോൾഡ് കോഫിയും അതേപോലെ ബദ്ക സർബത്തൊക്കെ മേടിച്ച് അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ അവിടുന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മേടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലെക്സോറയിലേക്കാണ്. വല്യമ്മയ്ക്ക് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നോട് ഇങ്ങനെ പറയാണ്, നീ നോക്കണേ ബാക്കിലൊന്നും അധികം ഓവർ കട്ട് ചെയ്ത് ഷോർട്ട് ആവരുത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഹെയർ സ്പാ കൂടെ അതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ തലക്കടിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഞാനും ഒരു സ്പാ അവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഓഫർ കണ്ടിട്ട് അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് പോയതാട്ടോ. ഈ ഒരു കുട്ടീനെ നമുക്ക് എല്ലാം ചെയ്തു തന്നെ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരി എന്തൊക്കെയോ ഹിന്ദിയിൽ പറയും, നമുക്കറിയാവുന്ന ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ മലയാളമൊക്കെ കൂടെ തട്ടിവിട്ട് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നല്ല കമ്പനി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടുന്ന് സ്പായൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ നേരെ ഫറൂഖ് ഉത്തൂൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് അവൾക്ക് വീട്ടിലേക്ക് കുറച്ച് ബേക്കേഴ്സ് സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് നേരെ അവിടെ ഫ്ലാറ്റിലേക്ക് പോയി. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കോഴിക്കോട് നിന്ന് അവിടെ എത്തുന്ന ദൂരം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല മഴയായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ പോയപ്പോൾ ചെക്കൻ ഉറങ്ങുകയായിരുന്നു. പിന്നെ പല്ലുവേദനയായിട്ട് കിടന്ന് ഉറങ്ങുന്ന ചെക്കൻ എണീപ്പിച്ച് വിളിച്ച് അത് കരഞ്ഞാകെ സീനായി. പിന്നെ ചെറുതാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ വെറുപ്പിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. പിന്നെ ആണെങ്കിൽ ഇതേപോലെ കരയുന്നുണ്ടായിരുന്നു നമ്മളെടുക്കുന്നത്. പിന്നെ അവരോടൊന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് രണ്ടിനും അവളെ കൈവ കൊടുത്ത് അവിടെ നിന്ന് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവർ ബായ്.